ബാഫിക് തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം അത് സമസ്തയുടെ പൈതൃകമാണ്. അതല്ല എന്ന് പറയുന്ന ആൾക്ക് സമസ്ത മുഷാവറയിൽ ഇരിക്കാനുള്ള അർഹതയില്ല. പൈതൃകം പറഞ്ഞ് വളരെ നന്നായിട്ടുണ്ട്, ഈ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് ലീഗുകാർ വരെ എന്നെ വിളിച്ച് പറഞ്ഞു. അതുണ്ടായിട്ടുള്ളത് അതാ ഞാൻ പറയുന്നത്, നിങ്ങളോട് ആ എൻ്റെ പ്രശ്നം തുറന്നു വെക്കാൻ. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി കൊടുക്കുക. പിന്നെ ഓരോ കഷ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു ബാധകമല്ലല്ലേ. മുമ്പുള്ളും പിമ്പുള്ളും കേൾക്കുമ്പോഴല്ലേ കഷ്ണത്തിന് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി ഒന്നും ഉണ്ടാവില്ല. ഒരു വിഷയം മോശമായിട്ടില്ല. എൻ്റെ സ്നേഹിതൻ പൂക്കോട്ടൂർ പ്രസംഗിച്ചത് കുറേ ഞാൻ കേട്ടു ലൈവായി. അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അത് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിലും ഒരു കെട്ടുബന്ധങ്ങളൊക്കെ ഉണ്ട്. മഹാനാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. ബാഫക്കി തങ്ങളെ സംബന്ധിച്ച് ഇവരവിടെ എത്തിയില്ല പറഞ്ഞിട്ട്. ബാഫക്കി തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയ എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഞാൻ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. പൂക്കോയത്തങ്ങൾ സെക്രട്ടറിയാണ്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും കോട്ടുമൽ ഉസ്താദും ഒക്കെ ഉസ്താദന്മാരുമാണ്. അങ്ങനെ ഒരു നിറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു ഉയർന്ന ചിഹ്നങ്ങൾ പ്രകാശങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ പഠിച്ചത്. അന്ന് ബാഫക്കി തങ്ങൾ വന്നാൽ യോഗം കൂടും, കമ്മിറ്റി യോഗം കൂടും. കമ്മിറ്റി യോഗം വളരെ ശക്തമായിട്ട് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളുള്ള യോഗം ആയതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഹാജരുണ്ടാവും, ഫുൾ കോറായിരിക്കും. അങ്ങനെ യോഗം എവിടെ എത്തിയാലും ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്താൽ തങ്ങളായിട്ട് ഇറങ്ങിപ്പോവും. തങ്ങൾ വാക്ക് ആ ജുംല പൂർത്തിയാക്കൂല, അവിടെ എണീറ്റ് പോവും. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോവും. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും തുടങ്ങും. ഇതാണ് സ്ഥിതി. ഇത് മൂപ്പരുടെ ശൈലിയാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മളെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഉപദേശം തരാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്ന ഉപദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, നിസ്കാരം നഷ്ടപ്പെട്ടില്ല എന്നല്ല. ആർക്കത് പറയാൻ കഴിയുക? ഏതെങ്കിലും മൊലിയാർക്ക് പറയാൻ കഴിയുന്ന? അതുകൊണ്ട് ഞാൻ അതൊക്കെ കേട്ട വാക്കിഫിത്തങ്ങളെ ഞാൻ ഔലിയ വലിയ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം ഒരു പാണക്കാട് തങ്ങന്മാരുമായി ആത്മീയ മേഖലയിൽ മാത്രം സഞ്ചരിച്ച ആളല്ല. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, നല്ല ബിസിനസ്സുകാരനായിരുന്നു. അതിനു പുറമെ കേരള രാഷ്ട്രീയം മുഴുവനും അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾക്കിടയിലായിരുന്നു. ആരിവിടെ ഭരിക്കണം, മുഖ്യമന്ത്രി ആരാവണം, മറ്റു മന്ത്രി ആരാവണം, ലീഗിന് എത്ര മന്ത്രിമാർ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പടി ഈ കേരളം അംഗീകരിച്ചു വന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ സമപ്രായക്കാർക്കൊക്കെ അതറിയാം. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ അത് അറിഞ്ഞോളുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ കോൺഗ്രസ്സുകാർ ലീഗുകാർ അവഗണിച്ചു. ആദ്യത്തെ കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭ EMSന്റെ മന്ത്രിസഭയാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. അതിനെ പിന്നെ നെഹ്റു പിരിച്ചുവിട്ടു. വിമോചന സമരം കൊണ്ട് 2 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞുള്ള 59 പിരിച്ചുവിട്ടു. പിന്നെ അതിന് പകരമായി കോലീപ്പി ഉണ്ടായി. കോലീപ്പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും PSPയും കൂടിയിട്ട് എന്താക്കി, 3 പാർട്ടി കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടു. അവർ വിജയിച്ചു വന്നപ്പോൾ ലീഗിന് മന്ത്രിസഭ കൊടുത്തില്ല, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. കോൺഗ്രസ് അവഗണിച്ചു. കാരണം അതൊരു വർഗീയ പാർട്ടിയാണ്, അതിനങ്ങനെ കൊടുത്താൽ അത് കോൺഗ്രസിന് ചീത്തപ്പേരാണെന്നുള്ള നിലക്കാണ് അവരെ കണ്ടത്. കൊടുത്തില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം സ്പീക്കർ സ്ഥാനം കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഏതാവട്ടെ, ഞാനത് പറയുന്നത് വേറെ സംഗതിൻ്റെ മുഖവരായിട്ട് പറയാണ്. അങ്ങനെ സീതി സാഹിബിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് മൂപ്പര് വഫാത്തായി. അതിനുശേഷം CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ തൊപ്പി ഉയക്കണം, എന്നാൽ സ്പീക്കറാകാൻ പറ്റുള്ളൂ, തൊപ്പി ഉയച്ചാലേ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് കോൺഗ്രസ്. അങ്ങനെ ഏതായാലും തൊപ്പി ഉയച്ചിട്ടെങ്കിലും ഇരിക്കട്ടെ ചെയ്തിട്ട് അങ്ങനെ കാര്യമായിരുന്നു. ഏതായാലും നീണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി ഇറങ്ങിപ്പോരേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് പിന്നീട് ആദ്യം കമ്മ്യൂണിസ്റ്റിനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഈ മുന്നണി ഉണ്ടാക്കിയത്. പിന്നെ കോൺഗ്രസിനോട് ദേഷ്യമായി ലീഗിന്, പകരം വീട്ടണം. അങ്ങനെയാണ് എന്താക്കിയത്, സപ്തമുന്നണി ഉണ്ടാക്കിയത്. 7 കൂട്ടർ പാർട്ടി കൊണ്ട് EMSന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു. അന്ന് 2 മന്ത്രിമാരുണ്ടായി. CH കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കൊടുത്തില്ല,
EMS 2 മന്ത്രിമാർക്ക് കൊടുത്തു, CHനും കുരുക്കളിയും കൊടുത്തു. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലൊക്കെ ചില അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ 2 മന്ത്രിമാരെ കൊടുത്തു. അങ്ങനെ മന്ത്രിയാവാൻ പറ്റും ലീഗിനെയും തെളിയിച്ചത് ആ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭയാണ്. അതുണ്ടായി. അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ. ഞാനത് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ബാഫക്കിത്തങ്ങളാണ് നട്ടം ചുരുക്കത്തിൽ. EMS വരും തങ്ങളെ കാണാൻ പാണ്ഡ്യാലയിൽ, കൊയിലാണ്ടി, അതിന് കോഴിക്കോട് പാണ്ഡ്യാലയിൽ അദ്ദേഹത്തിന് മലഞ്ചരക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു, അവിടേക്ക് വരും. കരുണാകരൻ വരും, ആന്റണി വരും, എല്ലാവരും തങ്ങളെ തെരഞ്ഞു വരും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇന്നാണ്. ഒക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ബാഫക്കിത്തങ്ങളുടെ വലിപ്പം. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല എൻ്റെ വിഷയം, ബാഫക്കിത്തങ്ങളുടെ വലിപ്പറിയലാണ്. അങ്ങനെ ആ കാലഘട്ടം മുഴുവനും പിന്നീട് ആ മന്ത്രിസഭ പൊളിച്ചിട്ട്, അതായത് കമ്മ്യൂണിസ്റ്റും ഈ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭ പൊളിച്ചതും ബാഫക്കിത്തങ്ങൾ തന്നെ. എന്നിട്ട് ഒന്നുമല്ലാത്ത വലത് കമ്മ്യൂണിസ്റ്റിൻ്റെ അച്യുത മേനോൻ, അന്ന് ഇയാൾ ഇവിടെ ആയിരുന്നു, MP ആയിരുന്നു, അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട് വന്നിട്ട് മുഖ്യമന്ത്രിയാക്കി. അയാൾ MLA ഒന്നും അല്ലാത്ത നിലയ്ക്ക് എന്നെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കി. ആ മന്ത്രിസഭൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതിന്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ഉണ്ടാക്കിയതും ചെയ്യുന്നതും കേരളം ഭരിക്കുന്നത് ബാഫക്കിത്തങ്ങളാ. ഈ ചരിത്രമൊക്കെ അറിയണം. ബാഫക്കിത്തങ്ങൾ അല്ലാണ്ട് വലിയാന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ദിവസം ഞങ്ങൾ പട്ടിക്കാട് ഇങ്ങനെ ഉച്ചക്ക് ചോറിൻ്റെ ഇന്റർവെൽ സമയത്താണ് ചോറ് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് വലിയ പോലീസ് വാൻ ഇങ്ങനെ വരുന്നു. വലിയ പോലീസ് വാൻ, മലപ്പുറം DSPയും കൂട്ടരും ഒക്കെ വരുന്നത്. അപ്പം അന്ന് കോളേജിൽ കമ്മിറ്റി യോഗം ഉണ്ട്, ബാഫക്കിത്തങ്ങൾ അവിടെ ഉണ്ട്. ബാഫക്കിത്തങ്ങളെ കാണാൻ വരിക. എന്തിനാ സംഗതി? ബാഫക്കിത്തങ്ങൾ ഒരു MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. CH മുഹമ്മദ് സഖായ സാഹിബിനെ തലശ്ശേരി അവിടെ ആ മാരാർ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാരാർ, അവിടുത്തെ അദ്ദേഹം വിശ്രമിക്കുന്ന റൂമിൽ ചെന്ന് ആസിഡ് ബൾബ് എറിഞ്ഞു. ആ സംഭവത്തിന് എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് തെരഞ്ഞു വന്നതാണ്. അന്ന് ഈ ഫോൺ സൗകര്യമൊക്കെ വളരെ കുറവാണ്. ട്രങ്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ക്യാൻസലാക്കണം ആ പരിപാടി. അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി ഒക്കെ ഉണ്ട്. പോലീസ് വന്നത് ബാഫക്കിത്തങ്ങളെ തെരഞ്ഞു, അവിടെ എന്താ നടപടി സ്വീകരിക്കണമെന്ന് ചോദിക്കാൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ കേരളം എങ്ങനെ പോകണം, ഭരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ബാഫക്കിത്തങ്ങളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ബാഫക്കിത്തങ്ങൾ അദ്ദേഹത്തിന് ജമായത്ത് നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പം കാറിൽ EMS ഉണ്ടാവും, കരുണാകരൻ ഉണ്ടാവും, പാങ്ങ് കൊടുത്താൽ പള്ളിൻ്റെ മുമ്പിൽ നിർത്തും, ഓലാടെ കാറിലിരുന്ന് പേപ്പർ വായിച്ചോളണം, തങ്ങൾ നിസ്കരിക്കും. ഇങ്ങനെയുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യന്റെ മാതൃക, അതാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത്. ഒന്ന് അല്ലേ, പൈതൃകം എന്ന് പറഞ്ഞാൽ അതല്ലേ. ആ മനുഷ്യന്റെ എന്താണോ ജീവിതം വെച്ചാൽ അത് പകർത്തണം. അദ്ദേഹം സമസ്തക്കാരനായിരുന്നു. പൂർണ്ണ സമസ്തക്കാരനായിരുന്നു. സമസ്ത എന്ത് തീരുമാനം, EMS എന്ന് പറഞ്ഞ അല്ല, EMS നേരത്തെ കഴിഞ്ഞു. MES തലയിരിച്ചിട്ട് വായിക്കാം. MES എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഡോക്ടർ ഗഫൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ കൂടിയിട്ടാണ് ആ സംഘടന. ആ സംഘടന ഉണ്ടാക്കിയത് MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ്. അത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഉദ്യോഗങ്ങളിലൊന്നും കയറാൻ കഴിയുന്നില്ല, അവരെന്നും പിന്നോക്കമായി കഴിയുന്നു എന്നതുകൊണ്ട് അതിനു വേണ്ടി നികത്താൻ മുസ്ലിം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന് എല്ലാ ആൾക്കാരും പിന്തുണ കൊടുത്തു. വേണ്ടതാണല്ലോ. മുസ്ലിം ലീഗും അതിന്റെ പിന്നിൽ പിന്തുണ കൊടുത്തു, സമസ്തയും മുജാഹിദും എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാ. അതുണ്ടാക്കി ഇങ്ങോട്ട് വളർന്നു വന്നു. വളർന്ന് പന്തലിച്ച് പലയിടത്തും അതിന് സ്ഥാപനങ്ങളൊക്കെ സർക്കാർ കൊടുത്തു. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജും മറ്റേ മെഡിക്കൽ കോളേജ് അടക്കം കൊടുത്തു. അങ്ങനെ അത് വളർന്ന് വലുതായി, ആൾക്കാരുടെ ഇടയിൽ നീച്ചടക്കാനായി. അപ്പോഴാണ് അവർക്ക് നേരത്തെ നമ്മൾ ഈ വാഫി ഒഫിയൻ്റെ പറഞ്ഞ മാതിരി ഇങ്ങനെ വഴിതെറ്റുന്നത് കണ്ടത്. അവർക്ക് ഈ മൂല്യന്മാരും തലകെട്ടും ഒക്കെ ഒരു പയഞ്ചനായി തോന്നി. അത് അതുപോലെ കൂടെ നടക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥ. അവർക്കൊരു ജേർണൽ ഉണ്ടായിരുന്നു, അവരുടെ മാസിക, MES ജേർണൽ എന്നതിൻ്റെ പേര്. അതിലൊരു നോവൽ വന്നു. മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ,
അദ്ദേഹം ഒരു നോവൽ എഴുതി. ആ നോവലിന്റെ പ്രമേയം സ്വന്തം മക്കളിരിക്കെ പേരമക്കൾക്ക് സ്വത്തില്ല എന്ന് ഇസ്ലാമിന്റെ നിയമമുണ്ടല്ലോ. ഇസ്ലാമിന്റെ നിയമമുണ്ട്. ഇപ്പോൾ ഹൈദരാക്കക്ക് 2 മക്കളുണ്ട്, കമ്മുണ്ണി മൂസി. ഹൈദരാക്കക്ക് കമ്മുണ്ണി മൂസ 2 മക്കളുണ്ട്. പേര് ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ്. അതുപോലെ 2 കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് അയാൾ എഴുതിയത്. കമ്മുണ്ണിയാക്കാന്ന് പറഞ്ഞ മൂത്ത ആളാണ്. അയാൾക്ക് ഭയങ്കര പള്ളവേദന. അയാൾക്ക് കുട്ടികളുമുണ്ട്, കമ്മുണ്ണിയാൾക്ക് കുട്ടികളുമുണ്ട്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു പള്ളവേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പൂർണ്ണമായും സക്സസ് ആവും നമുക്ക് ധൈര്യമില്ല, ഡോക്ടർമാർ പറയുന്നു. അത് 75% പരാജയമായിരിക്കും എന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. എങ്കിലും അതല്ലാതെ വേറെ മാർഗവുമില്ല. നാളെ ഓപ്പറേഷനാണ്. ഞാൻ ആ നോവലിലെ കഥ പറയാം. നാളെ ഓപ്പറേഷനായാൽ ബാപ്പ മരിക്കും. കമ്മുണ്ണിയാക്കൻ്റെ കുട്ടികൾ മനസ്സിലാക്കാണ് ബാപ്പ മരിക്കല്ലോ. ബാപ്പ മരിച്ച അളാപ്പ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് സ്വത്ത് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? വല്യാപ്പനെ അറക്കണം. തലേന്ന് രാത്രി, ഓപ്പറേഷന്റെ തലേന്ന് രാത്രി വല്യാപ്പനെ അറക്കണം. വല്യാപ്പ തലേന്ന് മരിച്ച് ബാപ്പ പിറ്റേന്ന് മരിച്ചാൽ കുട്ടിക്ക് സ്വത്ത് കിട്ടുമല്ലോ, ബാപ്പന്റെ വൈക്കന് കിട്ടുമല്ലോ. അപ്പൊ അതാണ് അതിലെ പ്രമേയം. ഇതാർക്കാ ഇത് പ്രമേയ? ഇസ്ലാമിന്റെ നിയമത്തിനെ, അനന്തരാവകാശ നിയമത്തിനെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന ഒരു നോവലായിരുന്നു ആ നോവൽ. ഇത് സമസ്ത കണ്ടു. വേറെ പലതും ഉണ്ട്. സ്റ്റാർ നൈറ്റ് നടത്തിയിരുന്നവർ സിനിമാ താരങ്ങളെ കൊണ്ടൊന്ന് ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ടൊക്കെ നടത്തിയിരുന്നു. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഇതുകൂടിയും കണ്ടപ്പം ഇനിയിപ്പോലെ വെച്ച് പൊറപ്പിച്ചുള്ള സമസ്ത പറഞ്ഞു. സമസ്ത മുഷാവറ കൂടിയിട്ട് തീരുമാനം എടുത്തു, MES-ഉമായി ബന്ധപ്പെടാൻ പാടില്ല, മുസ്ലിങ്ങൾ ബന്ധപ്പെടരുത്, അതിന്റെ പോക്ക് ശരിയല്ല, ഇസ്ലാമിന് വിരുദ്ധമാണ്. ആ പ്രമേയം സമസ്ത മുഷാവറ പാസാക്കി. ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങൾ അതിന്റെ അതേ ഒരു കോപ്പി വാങ്ങിച്ചു. അതിന്റെ അതേ കോപ്പി, പ്രമേയത്തിന്റെ കോപ്പി, മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടിയിട്ട് ഒരഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള മഹാന്മാരൊക്കെ കൂടുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ബാപ്പയ്ക്ക് തങ്ങൾ വായിച്ചു. എല്ലാവരും തക്ബീർ ചൊല്ലി പാസ്സാക്കി. ഇതാണ് പൈതൃകം. നമ്മുടെ പാരമ്പര്യം അതാണ്. ബാപ്പയ്ക്ക് തങ്ങളും പിന്നെ പൂക്കോയ തങ്ങളൊക്കെ അടങ്ങിയ സദസ്സ്. ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. സമസ്ത എടുത്ത തീരുമാനം അപ്പടി പാസ്സാക്കുന്നതിൽ ബാപ്പയ്ക്ക് തങ്ങളും പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ മുന്നിലായിരുന്നു. ഈ പൈതൃകമാണ് നമ്മുടെ പൈതൃകം.